അയ്യാ വണക്കം. രാവിലെ തന്നെ മനസ്സിന് കുളിർമയേകുന്നതും കർണപുടങ്ങളെ ആനന്ദ തന്തുലിതമാക്കുന്നതും നമ്മളെ കോരിത്തെരിപ്പിക്കുന്നതുമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങ് ഇസ്രായേലിൽ നിന്ന്. നമുക്കറിയാം, ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം കനത്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, നസറുള്ള എന്ന് പറയുന്ന വേട്ടാവളിയനാണ്. ഈ നസറുള്ള എന്ന് പറയുന്ന വേട്ടാവളിയനാണ് ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ തലവൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ബാഹുബലി സെക്കൻഡ് ഹാഫിലെ എന്ന് പറഞ്ഞൊരുത്തം വരുമല്ലോ, അവനാണ് തലവൻ. അവനെ അടിച്ചു കഴിഞ്ഞാൽ മൊത്തം അവന്മാരും ചെതറി ഓടിക്കോളൂ എന്ന് പറയുന്നത് പോലെയാണ്. അവനെ കൊല്ലും മുമ്പേ അവന്റെ കമാൻഡറിനെ കൊല്ലണം. അതുകൊണ്ടാണ് അലി കരാക്കിയെ കൊന്നത്. അതിനു മുമ്പേ യവൻ ചത്തു കഴിഞ്ഞാൽ യവന്റെ സ്ഥാനത്തേക്ക് വരാനിരിക്കുന്ന സകല ആൾക്കാരെയും തട്ടണം. പ്ലാൻഡ് ഓപ്പറേഷൻ. അങ്ങനെയാണ് അബു മൂസ എന്ന് പറഞ്ഞ ഒരുത്തനെ കൊന്നത്. കഴിഞ്ഞ ദിവസം ഡ്രോണിന്റെ തലവനെ തട്ടിക്കളഞ്ഞു. ഇങ്ങനെ സകല ആൾക്കാരെയും തട്ടിക്കളഞ്ഞ ശേഷം ഇന്ന് രാവിലെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നസറുള്ള എന്ന് പറയുന്ന ഉമ്മാരുടെ ഏറ്റവും വലിയ ഭീകരൻ, ഏറ്റവും വലിയ തലവൻ, ഹിസ്ബുള്ളയുടെ ബുദ്ധി കേന്ദ്രമെന്ന് പറയുന്നവൻ ഇസ്രായേലിന്റെ റഡാറിലായിരിക്കുമെന്ന് ആയിരുന്നു. അവൻ ഇസ്രായേലിന്റെ റഡാറിലായിരുന്നു. അവനെ തട്ടിക്കളഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. യവൻ പടമായി കഴിഞ്ഞു. നമ്മുടെ സത്യമേവ ജയതേ എന്ന് പറയുന്ന സിനിമയിൽ ക്ലൈമാക്സിൽ നമ്മുടെ സുരേഷ് ഗോപി വന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. സാറേ, നമുക്ക് അവനെ പിടിക്കണ്ടേ? സാറിന് വേറെ പണിയൊന്നുമില്ല, സാറ് വീട്ടിൽ പോയി രണ്ടെണ്ണം വിട്ട് കിടന്നുറങ്ങാൻ നോക്ക്, ഈ പറയുന്നവനൊക്കെ തീർന്നു എന്നാണ് നമ്മുടെ സുരേഷ് ഗോപി പറയുന്നത്. അതുപോലെ ഇസ്രായേല് നനച്ച വണ്ടിയിൽ അങ്ങനെയല്ലല്ലോ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇസ്രായേല് മനസ്സിലൊരു കാര്യം നനച്ചു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാൻ ഇസ്രായേലിന് യാതൊരുവിധ കുഴപ്പവുമില്ല എന്ന് വീണ്ടും 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 തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. നമുക്കറിയാം, ഇസ്രായേലിന്റെ മൊസാദിന്റെ തലവൻ അത് ആരാണെന്ന്. ഡേവിഡ് ഡാഡി ബെർണിയ എന്ന് പറയുന്ന ഒരാളാണ് ഇസ്രായേലിന്റെ മൊസാദിന്റെ തലവൻ എന്ന് പറയുന്നത്. 2021 ഇദ്ദേഹം മൊസാദിന്റെ തലവനായിട്ട് ചുമതലയേറ്റത്. 2021 അദ്ദേഹം മൊസാദിന്റെ തലവനായിട്ട് ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹത്തിന് വന്ന ഏറ്റവും വലിയ നാണക്കേടാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 2 ഉണ്ടായ കനത്ത ബോംബിംഗ്. എവിടെ? ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് ഉണ്ടായ കനത്ത ബോംബിംഗ്. 1000ഓളം ആൾക്കാരാണ് അതിൽ മരണപ്പെട്ടത്. അവിടെ നിന്ന് തുടങ്ങിയ അടിയാണ്. നിന്റെയൊക്കെ അണ്ടം വലിച്ച് കീറും, പിണ്ട ഇളക്കിയിട്ട് അങ്ങേര് പോകൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. മൊസാദാണ്. അങ്ങനെ മൊസാദ് സകല കാര്യങ്ങൾക്കും കണക്ക് തീർത്തു. ഇനി നീയൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിനും കൂടെ നീയൊക്കെ ചെയ്യുന്നതിന് മുമ്പേ, അതായത് ചിന്തിക്കുന്നതിന് മുമ്പേ അടി തരും എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് നസറുള്ള എന്ന് പറയുന്ന വേട്ടാവളിയൻ ഭീകരനെ വധിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഹമാസിന്റെ നടുപിടിച്ചിട്ടല്ലോ. ഹമാസ് എന്ന് പറയുന്ന സാധനത്തിന് ഇപ്പൊ നിങ്ങൾ കേൾക്കാറുണ്ടോ? കേൾക്കാറില്ല. കാരണം ഹമാസിന്റെ സകലവന്മാരെയും വധിച്ച് ഹമാസിന്റെ യഹ്യ സിൻവാറിനെയും വധിച്ചു കഴിഞ്ഞ ശേഷം ഹമാസ് നടുവൊടിഞ്ഞ ചേരെ പോലെ അവിടെ കിടക്കുകയാണ്. ഹമാസിന് എഴുന്നേക്കണമെന്ന് അവന്മാര് തോന്നിക്കഴിഞ്ഞാൽ അപ്പ കൊടുക്കുവാടി. അങ്ങനത്തെ രീതിയിൽ ഹമാസിനെ അവിടെ ഇട്ടേക്കുകയാണ്. അതിനുശേഷം നേരെ ഹിസ്ബുള്ളയിലേക്ക് കടന്നപ്പോൾ അവിടെ ഏറ്റവും വലിയ തലവനായിട്ടുള്ള നസറുള്ളയെ വധിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിന് മുമ്പേ ഇവന്റെ താഴെയുള്ള സകല ആൾക്കാരെയും വധിച്ചു. അങ്ങനെ ഇപ്പോൾ നസറുള്ളയെ വധിച്ചിരിക്കുകയാണ്. നസറുള്ള ഇസ്രായേലിന്റെ റഡാറിനകത്തായിരുന്നു. ബെയ്റൂട്ടിൽ ഒരു 6 നില കെട്ടിടത്തിന്റെ അണ്ടർഗ്രൗണ്ടിൽ യവൻ പേടിച്ച് പമ്മിയിരിക്കുകയായിരുന്നു എന്ന് ഇസ്രായേലിന് കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസം കനത്ത വ്യോമാക്രമണമാണ് ബെയ്റൂട്ടിൽ നടന്നത്. ഇപ്പോഴും അതിന്റെ അലയൊലികൾ അവിടെ നിന്നും അടങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോഴും ബെയ്റൂട്ട് പ്രകമ്പനം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്, കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹനുമാൻ ശ്രീലങ്ക കത്തിച്ചതുപോലെ അങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ബെയ്റൂട്ട് ഇപ്പോഴും ശാന്തമായിട്ടില്ല എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. 6 മരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ബെയ്റൂട്ട് കത്തി എരിയുന്ന ബെയ്റൂട്ടിൽ 10,000 കിലോ സ്ഫോടക വസ്തുക്കളാണ് യവന്റെ മണ്ടേ കൂടെ കൊണ്ടിട്ടത്. നീ അങ്ങനെയൊന്നും ചാവാൻ പാടില്ല, നീ നരകിച്ച് ചാവണം എന്ന് പറഞ്ഞുകൊണ്ട് 10,000 കിലോ സ്ഫോടക വസ്തുക്കൾ ബെയ്റൂട്ടിലെ 6 നില കെട്ടിടം, അത് ഒരു 6 നില കെട്ടിടമല്ല, പല 6 നില കെട്ടിടങ്ങളിൽ കൊണ്ട് വിക്ഷേപിച്ച് ബെയ്റൂട്ടിൽ ഇവന്റെ ശവശരീരം പോലും കണ്ടെത്താനാകാത്ത രീതിയിൽ ഇസ്രായേൽ ഇവനെ കൊന്ന് അവിടെ തന്നെ കുഴിച്ചു മൂടി. പ്രത്യേകിച്ച് കർമ്മമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ബോംബിടുന്നു, അതിന്റെ മുകളിൽ കിടന്ന് പൊട്ടിത്തെറിക്കുന്നു, എല്ലാം മുകളിൽ വന്ന് വീഴുന്നു, ഫിനിഷ്ഡ്. അങ്ങനെയുള്ള രീതിയിലാണ് യവനെ തട്ടിക്കളഞ്ഞത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം UN ജനറൽ കൗൺസിലിൽ നെതന്യാഹു സംസാരിച്ചിരുന്നപ്പോൾ നെതന്യാഹു പറഞ്ഞിരുന്നു, ഈ പരിപാടി മുഴുവൻ തുടങ്ങി വെച്ച ഞങ്ങളല്ല, ഈ പരിപാടി തുടങ്ങി വെച്ചത് ഇറാനാണ്. ഇവന്മാർക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടി നമ്മൾ കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇറാൻ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നസറുള്ളയെ കൊള്ളുന്നതാണോ ഇറാൻ ഏറ്റവും വലിയ തിരിച്ചടി എന്നാണ്. കാരണം ഇറാന്റെ ഒരു പ്രോക്സി സംഘടനയാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഹിസ്ബുള്ളയ്ക്ക് ഫണ്ട് ചെയ്യുന്നത് ഇറാനാണ്. നമ്മുടെ ലഷ്കർ ഇ തൊയ്ബയ്ക്കും മറ്റേ അവന്മാർക്ക് ജെയ്ഷെ മുഹമ്മദിനൊക്കെ ഫണ്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ പോലെ ഹിസ്ബുള്ളയ്ക്ക് ഫണ്ട് ചെയ്യുന്നത് ഇറാനാണ്.
ഹമാസിനും കുറേയൊക്കെ ഇറാൻ ഫണ്ട് ചെയ്യുന്നുണ്ട്. പാലസ്തീൻ ജിഹാദ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇറാൻ കുറേ ഫണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ ഫണ്ട് ചെയ്യുമ്പോൾ ഇറാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ചെറു വിരൽ പോലും ഇറാൻ അനക്കാൻ കഴിയാത്ത രീതിയിൽ ഇവന്മാരെ മുഴുവനും തുടച്ച് നീക്കിയിരിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ള റിപ്പോർട്ടുകളാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനിൽ പ്രതിഷേധം ഇരമ്പുകയാണ്. കഴിഞ്ഞ ദിവസം അവിടെ ഡ്രില്ലൊക്കെ നടന്നെന്ന് കേൾക്കുന്നു. ഡ്രില്ല് നടത്തുന്നത് നമ്മളിപ്പോൾ അടിക്കും ഇസ്രായേലിനെ. കേട്ടിട്ടുണ്ട് കുറേ നാളായിട്ട് കേൾക്കുന്നു. ഇപ്പോൾ അടിക്കും, അടിക്കാൻ പോകുന്നു, അടിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറഞ്ഞാൽ ഇറാൻ ഉടയ്ക്കാനായിട്ട് പോകുന്നില്ല. കാരണം ഇറാൻ അറിയാം അടികൊണ്ട് ചോര തുപ്പുമെന്ന്. അതുകൊണ്ട് ഇറാൻ ഒരിക്കലും ഈ യുദ്ധത്തിലേക്ക് വരാനായിട്ട് പോകുന്നില്ല. നമ്മുടെ യുക്രൈനെ മൂട്ടിവിട്ട് റഷ്യയുടെ അടി പടപടാന്ന് കൊള്ളാൻ അവസരമൊരുക്കി അമേരിക്കയെ പോലെ ഇറാൻ ഹിസ്ബുള്ളയെ മൂട്ടിവിട്ട് അവസാനം ഹിസ്ബുള്ളയെ പൂർണ്ണമായിട്ടും ഭൂലോകത്ത് നിന്നും തുടച്ചു നീക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു എന്ന് വേണം നമുക്കിതിലൂടെ പറയാനായിട്ട് സാധിക്കുക. ഇനി ഇപ്പോഴും പ്രകമ്പനമോടെ നടക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അടുത്തതായിട്ട് 6 മരണമാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഹിസ്ബുള്ള തലവനെ വധിച്ച സ്ഥലത്ത് നിന്നും 6 മരണം. ഇത് അനൗദ്യോഗികമായിട്ട് വന്നതല്ല, ഇത് ഒഫീഷ്യലായിട്ട് വന്നതാണ്. അനൗദ്യോഗികമായിട്ട് മരണം ഇനിയും കൂടും. അതിഭീകരമായിട്ടാണ് ബെയ്റൂട്ടിൽ നടന്ന 10,000 കിലോ സ്ഫോടക വസ്തുക്കളുടെ ആ നിക്ഷേപവും അതേ തുടർന്നുണ്ടായ സ്ഫോടനവും ഹിസ്ബുള്ള ഇരിക്കുന്ന ലബനൻ മുഴുവൻ പ്രകമ്പനം കൊണ്ടു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതേ തുടർന്ന് ഇറാൻ, അതായത് അമേരിക്ക എന്ന് പറഞ്ഞ സംഘടനയുണ്ടല്ലോ, അമേരിക്ക എപ്പോഴും അങ്ങനെയാണ്. അമേരിക്ക ഇസ്രായേലിൻ്റെ കൂടെയാണ്. കാരണം ഇസ്രായേലിന് ആയുധം വയ്ക്കുന്നുണ്ടല്ലോ അമേരിക്ക. റഷ്യ, ചൈന എല്ലാം ഇസ്രായേലിൻ്റെ കൂടെയാണ്. ഇവരെല്ലാം ഇസ്രായേലിൻ്റെ കൂടെയാണെങ്കിലും ഇവർ ഇങ്ങനത്തുള്ള സംഭവം നടക്കുമ്പോൾ അമേരിക്കയുടെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ഹിസ്ബുള്ളയുടെ നസറുള്ളയെ കൊന്നു, ഞങ്ങൾ അറിഞ്ഞേയില്ല എന്നാണ് പറയുന്നത്. ചുമ്മാ അടവ്. ഞാൻ പൊന്നോ, സുരാജ് പറയുന്നത് പോലെ എന്തൊരു ആക്ടിങ്. കഴിഞ്ഞ ദിവസം അമേരിക്ക പറയുന്നത് ഇസ്രായേൽ എപ്പോഴെങ്കിലും അങ്ങോട്ടൊരു ആക്രമണം നടത്തിയ ഉടനെ അമേരിക്ക മധ്യസ്ഥത വഹിക്കാൻ പറ്റും. എന്നിട്ട് പറയും ആക്രമണം ഒന്നിനും ഒരു പരിഹാരമല്ല മക്കളെ എന്ന് പറയും. എന്നിട്ട് അടിയിൽ കൂടെ ബോംബിടാനായിട്ട് നല്ല കനത്ത ബോംബൊക്കെ ഇസ്രായേലിന് കൊടുക്കുകയും ചെയ്യും. അത് അമേരിക്കയുടെ ഇരട്ട മുഖമാണ്. അമേരിക്ക പുറത്തു വന്ന് ലോകരാജ്യങ്ങളെ കാണിക്കാനായിട്ട് പറയുന്നത് ആക്രമണം ഒന്നിനും ഒരു പരിഹാരമല്ല മക്കളെ എന്ന്. എന്നിട്ട് അമേരിക്ക സകല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഇസ്രായേൽ അവിടെ എവിടെയൊക്കെ ബോംബിടുമ്പോൾ അമേരിക്ക പറയും അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ ഇത് അറിയിച്ചേ ഇല്ല എന്നതാണ് അമേരിക്കയുടെ നിലവിലത്തെ നിലപാടെന്ന് പറയുന്നത്. അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഇത് ഞങ്ങളോട് പറഞ്ഞില്ല, അതായത് നസറുള്ളയെ തട്ടിക്കളയുന്ന കാര്യം ഞങ്ങളോട് പറഞ്ഞില്ല. അല്ലെ, നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഇപ്പം എന്തായനെ? നിങ്ങളോട് പറഞ്ഞാലും തട്ടും, പറഞ്ഞില്ലെങ്കിലും തട്ടും. നിങ്ങൾ തട്ടണ്ടാന്ന് പറഞ്ഞാലും തട്ടും. അതാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളോട് പറയാതെ ഇസ്രായേൽ അത് നടത്തി എന്നുള്ളതിൽ എന്ത് ലോജിക്കാണ് ഇരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. UN ജനറൽ കൗൺസിലിൽ കഴിഞ്ഞ ദിവസം നെതന്യാഹു പറഞ്ഞു എന്നൊരു സംഭവം പറഞ്ഞല്ലോ. ഇതോടുകൂടി ഇറാൻ വലിയ രീതിയിൽ പ്രതിരോധത്തിലായി. ഇനി അടുത്ത ഇറാനാണ് ഇനി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങേണ്ടത്. നമ്മുടെ പഞ്ചാബി ഹൗസിൽ നമ്മുടെ ജനാർദ്ദനം പറയുന്നത് പോലെ, എന്നാൽ ഇവനും സോണിയുമായിട്ട് മൽപ്പിടുത്തം നടത്തട്ടെ എന്ന് പറയുന്നത് പോലെ സോണിയ വന്നോട്ടെ പോന്നോട്ടെ എന്ന് പറഞ്ഞ് ഇറാൻ നിൽക്കുകയാണ്. ഇതുവരെ ഇസ്രായേൽ കളത്തിലോട്ട് കയറിയില്ല. അതുകൊണ്ട് ഇസ്രായേൽ ഇറാനെ എങ്ങനെയെങ്കിലും കളത്തിലേക്ക് വലിച്ചിടാനാണ് ശ്രമിക്കുന്നത്. കാരണം അതിലൊരു കാര്യമുണ്ട്. 1975 വരെ ഇസ്രായേലും ഇറാനും നല്ല മിത്രങ്ങളായിരുന്നു. അതിനുശേഷമാണ് ഇറാൻ റിപ്പബ്ലിക് ഓഫ് ഇസ്ലാം ആയതും അതിനുശേഷമാണ് ഇസ്രായേലുമായിട്ട് തെറ്റിപ്പിരിഞ്ഞതും. അതിനുശേഷം ഇസ്രായേലും ഇറാനും എല്ലാം കണ്ടടത്ത് വെച്ചൊക്കെ തുരുതുരാ അടിയായിരുന്നു. പക്ഷെ അവിടെ എല്ലാം ചെയ്തത് ഇസ്രായേലാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഇറാനെ എങ്ങനെയെങ്കിലും യുദ്ധത്തിലേക്ക് വലിച്ചിടണം, യവന്മാരെ അച്ചമ്പുച്ചം അടിയണം. അതിനുള്ള കാരണം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു വലിയ ശക്തിയായിട്ട് വളർന്നു വരണം, വലിയൊരു ശക്തിയാണെന്ന് ലോകങ്ങളെ അറിയിക്കണം, ലോക രാജ്യങ്ങളെ അറിയിക്കണം. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിടാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനാണെങ്കിൽ കൊന്നാലിങ്ങ ഇറങ്ങൂല എന്ന് പറഞ്ഞ നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ ഇറാൻ്റെ ഈ നിലപാട് അവിടെയുള്ള ജനങ്ങളിൽ വലിയ രീതിയിലുള്ള അമർഷം ഇറാനുള്ള ഭരണാധികാരികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇസ്രായേലിനെ അടിക്കാൻ പോകാൻ കേട്ടോ, ഇസ്രായേലിനെ നമ്മൾ ഉടനെ അടിക്കുമെന്ന് പറഞ്ഞ് ഡ്രില്ല് നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് മാത്രമല്ല, അവിടെയുള്ള ജനങ്ങൾ ഇറാന്റെ ഭരണാധികാരികളോട് ചോദിക്കുന്നത് നിങ്ങൾ ഇത്രയധികം നാണം കെട്ടില്ലേ, ഇനി ഇവിടെ ഇരിക്കാതെ പോയി തൂങ്ങി ചത്തൂടെ എന്നാണ് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, ഇറാനിൽ കയറി ഇസ്മയിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിന്റെ ഭീകരനെ ഇവർ വധിച്ചപ്പോൾ ഇറാൻ അനങ്ങിയില്ല. ഇറാന്റെ അംബാസഡറെ ഹിസ്ബുള്ളയുടെ അവിടെ കയറി പേജർ ബോംബ് ആക്രമണത്തിൽ അവൻ്റെ കണ്ണൊക്കെ പൊട്ടിത്തെറിച്ചു പോയി. അപ്പോൾ കണ്ണൊക്കെ പൊട്ടിത്തെറിച്ചു പോയപ്പോഴും ഇറാൻ അപ്പോഴും ചത്തതുപോലെ കിടക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇറാൻ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് കയറി ആക്രമണം നടത്തുന്നു, നമ്മുടെ ആളെ ഹിസ്ബുള്ളയുടെ അവിടെ വെച്ച് വധിക്കുന്നു, ലെബനനിൽ വെച്ച് വധിക്കുന്നു, എന്നിട്ടും നിങ്ങൾക്കൊരു കൂസലും ഇല്ലേടെ എന്നാണ് ചോദിക്കുന്നത്. അത് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഡമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റ് ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേലിലേക്ക് 100-150 മിസൈലുകളാണ്
അന്ന് ഇറാൻ അയച്ചിരുന്നത്. ഇറാൻ അന്ന് അയച്ച ആ ഇറാന്റെ ആത്മവീര്യമൊക്കെ എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത്. ഇറാൻ അടിക്കാനായിട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ല. താഴെ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ വലിയ കപ്പൽ വന്ന് കിടപ്പുണ്ട്. USS ട്രോജൻ എന്ന് പറയുന്ന വലിയ വിമാനവാഹിനി കപ്പൽ അവിടെ വന്ന് കിടപ്പുണ്ട്. ഒമാൻ കടലിടുക്കിൽ ഒരെണ്ണം വന്ന് കിടപ്പുണ്ട്. 2 ഡിസ്ട്രോയിഡുകൾ വന്ന് കിടപ്പുണ്ട്. പോരാത്തതിന് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും സൈന്യം ഇസ്രായേലിൽ പറന്നിറങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ട് അടിക്കാൻ പോകുന്നത് അത്ര നല്ലൊരു ഏർപ്പാടല്ലല്ലോ. പിന്നെ നമുക്ക് ആരും സഹായിക്കാനില്ല എന്നുള്ളതാണ്. ഇറാനെ ആരും സഹായിക്കാനില്ല. സഹായിക്കാനുള്ളത് പാകിസ്ഥാൻ മാത്രമാണ്. പിന്നെ തുർക്കിയുണ്ട്. തുർക്കിയാണെങ്കിൽ ഇപ്പം സഹായിക്കും എന്ന് പറയും. പക്ഷേ അവന്മാർക്കറിയാം അവന്മാരുടെ പവർ എത്രത്തോളം ഉണ്ടെന്ന്. അതുകൊണ്ട് തുർക്കിയും ഈ കാര്യത്തിൽ ഇടപെടാൻ സാധ്യതയില്ല. അങ്ങനെ ഇസ്രായേലും ഹിസ്ബുള്ളയും തീർത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇനി ഏതെങ്കിലും തലവൻ ഉയർന്നു വരുന്നുണ്ടോ, എവിടെന്നെങ്കിലും എന്തെങ്കിലും സാധനം പൊങ്ങി വരുന്നുണ്ടോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ അവിടെ എത്ര മരണമാണ് പൂർണ്ണമായിട്ടും ഉണ്ടായത് എന്നും അറിയാനായിട്ട് സാധിക്കും. അപ്പം ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.